യെസ് സാജിദ്, ഇപ്പോൾ DGP റവാഡ ചന്ദ്രശേഖർ മാധ്യമങ്ങളെ കാണുകയാണ്. അതിനുശേഷം സാജിദിലേക്ക് തിരിച്ചെത്താം. നിങ്ങൾക്കെല്ലാം അറിയാം, കേരള പോലീസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൻ്റെ നിർദ്ദേശപ്രകാരം നമുക്കുള്ളത് ഇവിടെ 30,479 ബൂത്തുകളാണ്. അതിനെ ഞങ്ങൾ വളരെ ഒരു സമഗ്രമായിട്ടുള്ളൊരു സെക്യൂരിറ്റി പ്ലാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നമ്മൾ 20 ജില്ലകളിലും 154 സബ് ഡിവിഷനായിട്ട് തിരിച്ചിട്ടുണ്ട്. അവിടെ ഏകദേശം 76 മുകളിലുള്ള പോലീസ് ഓഫീസേഴ്സ് ഇൻക്ലൂഡിങ് 140 കമ്പനീസ് ഓഫ് CAPF-ഉം 28,000 നമ്മുടെ ഈ സ്പെഷ്യൽ പോലീസ് ഓഫീസേഴ്സ് വോളണ്ടിയേഴ്സിന് നമ്മൾ ഡിപ്ലോയ് ചെയ്തു. നമുക്ക് ഇതിൽ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു ബൂത്തുകൾ 2,500 ഉണ്ട്. അവിടെ പ്രത്യേക ശ്രദ്ധ കൊണ്ട് അവിടെ കൂടുതലായിട്ടുള്ള CAPF-ന് ഡിപ്ലോയ്മെന്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ MCC വന്ന ശേഷം ഏകദേശം 200 മുകളിലുള്ള സംഭവങ്ങളുണ്ടായിരുന്നു. അതിൽ കേസുകളെടുത്തിട്ടുണ്ടെങ്കിൽ ഇതോടൊപ്പം തന്നെ കേരള പോലീസും വിവിധ ജില്ലകളിലും പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലും കൂടെ നല്ലൊരു സൈബർ വിഭാഗമുണ്ട്. അവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന സൈബർ പെട്രോളിംഗ് ഭാഗമായിട്ട് വി ഹാവ് ടേക്കൺ ഡൗൺ മോർ ദാൻ 3,700 URLs നമ്മൾ അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു 50ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതോടൊപ്പം തന്നെ പോലീസ് ഭാഗത്തുണ്ട് വൻ രീതിയിലുള്ള ഒരു 3,000 പേരുള്ള DGP റവാഡ ചന്ദ്രശേഖർ മാധ്യമങ്ങളെ കാണുകയാണ്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ കേരളത്തിൽ ഒരുക്കിയിരിക്കുന്ന സുരക്ഷ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്.